ആവേശം ഈ ആവേശം കണ്ടാൽ കളി തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ആവേശം ഏതറ്റം വരെ പോകുമെന്ന് നമുക്ക് ഒരുപക്ഷെ ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. കളി കാണാനുള്ള എന്തൊക്കെ സംവിധാനങ്ങൾ ഇതിനകം ഈ ആരാധകരൊക്കെ ഒരുക്കി കഴിഞ്ഞവർ. തീർച്ചയായും ലോകകപ്പ് ഫുട്ബോൾ കാണാനുള്ള കളി കാണാനുള്ള എല്ലാ സംവിധാനങ്ങളും നാട്ടിലെ പ്രധാനപ്പെട്ട മത്സരത്തെ പ്രധാന ക്ലബ്ബുകളുടെ നേതൃത്വത്തിലും ചെറിയ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും ഇതുവരെ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഹലോ ഹലോ ഗ്രൂപ്പായി ചേർന്നുകൊണ്ട് ഈ സമയമാകുമ്പോഴേക്കും വലിയ സ്ക്രീനുള്ള ടിവികൾ കാണുന്ന ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ വേറെ സവിശേഷതയുള്ളത് ലോകകപ്പിന്റെ മിനി ലോക ഫുട്ബോൾ ഇവിടെ മലപ്പുറത്തിന്റെ ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതായത് ലോകകപ്പിൽ കളിക്കുന്ന പ്രധാന ടീമുകളുടെ ജേഴ്സി അണിഞ്ഞ നാട്ടിലുള്ള ആളുകൾ ചേർന്നുകൊണ്ട് 8ഉം 10ഉം ടീമായി തിരിഞ്ഞുകൊണ്ട് മത്സരം നടക്കുന്നു. ഇതിൽ ജയിക്കുന്ന ടീമിന് ഫൈനൽ ജയിക്കുന്ന ടീമിന് ലോകകപ്പിന്റെ മാതൃക സമ്മാനിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ കാണുന്ന ആരാധകരൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇതിന് പിന്നിൽ ഈ ആൾക്കൂട്ടത്തിന് പിന്നിൽ ഒരു ആകാംക്ഷയുണ്ട്. അത് അർജന്റീനയുടെ ആരാധകൻ ചെയ്തിരിക്കുന്നതാണ്. ആ ആകാംക്ഷ പൂർണ്ണമായും അർജന്റീനയുടെ പതാകയുടെ നിറത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് പുറത്താണ് അർജന്റീനയുടെ ആരാധകർക്ക് കാര്യം നിൽക്കുന്നത്. ഈ കാണുന്ന വേറെയൊക്കെ തന്നെ മനോഹരമായ ക്ലസ്റ്ററുകൾ കാണാൻ നോക്കാം. ഈ ക്ലസ്റ്ററുകളെല്ലാം തന്നെ ആരാധകർ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവഴിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. ചില നിലവിലെ ചാമന്മാരാണ് ഈ പ്രാവശ്യം കഷ്ടമായത്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തമായ ടീമാണ്. കഴിഞ്ഞ ലോകകപ്പിൽ കപ്പ് കിട്ടിയത് ഫ്രാൻസിന്റെ എതിരാളികൾ പറഞ്ഞാണ്. നമ്മൾ ശരിക്കും കളിച്ചിട്ടാണ് കപ്പ് നേടിക്കേണ്ടത്. ഈ പ്രാവശ്യം കളിച്ച് കഷ്ടമാണ്. അപ്പോൾ അർജന്റീനയുടെ എന്തുകൊണ്ട് അർജന്റീനയുടെ അർജന്റീന എല്ലാവരും നമുക്ക് തുറന്നുകൊണ്ട് പോകാൻ കഴിയില്ല. ഓരോ ടീമും അവകാശവാദത്തിലാണ് തങ്ങളുടെ ടീം കപ്പ് നേടുമെന്ന് തന്നെ ഓരോ ഗ്രൂപ്പ് ആരാധകരെ പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കടുത്ത പന്തയങ്ങളൊക്കെ ഉണ്ടോ? വീശ പഠിക്കും, മുട്ടയടിക്കും, അങ്ങനെ അല്ലെങ്കിൽ അതും കടന്നു അതിനപ്പുറമുള്ള പന്തയങ്ങൾ അങ്ങനെയൊക്കെ പന്തയമൊക്കെ വെച്ചിട്ടുണ്ടോ ഈ ആരാധകർ? നമുക്ക് ഇവിടെ തന്നെ ചോദിക്കാം. ഇപ്പൊ ഓരോ ടീമിന്റെ ആരാധകർ എന്തൊക്കെ പന്തയങ്ങളാണ് പന്തയത്തിന് തയ്യാറാണ്. ബ്രസീൽ ചാമ്പ്യൻസ് ആവുന്നതിൽ യാതൊരു സംശയവുമില്ല. അതിന് 6 പന്തയത്തിന് മുന്നോട്ട് വന്നാലും 1000 രൂപയ്ക്ക് 500 രൂപ എത്താനുള്ള പന്തയം എന്ത് പന്തയത്തിന് അർജന്റീനയുടെ ആരാധകർ ഏതാണെന്നുള്ള പന്തയങ്ങളാണ്. 86 സംഭവിച്ച പോലെ ഈ വേൾഡ് കപ്പിലും മറഡോണയുടെ നേതൃത്വത്തിൽ അർജന്റീന കപ്പ് നേടാനാണ് സാധ്യത. അദ്ദേഹത്തിന് തയ്യാറാണ്. ഞങ്ങൾ തയ്യാറാണ്. പന്തയങ്ങൾ തുടങ്ങി കഴിഞ്ഞു. പ്രധാനമായും അർജന്റീനയുടെയും ബ്രസീലിന്റെയും ആരാധകർ തമ്മിലാണ് പന്തയം വെക്കുന്നത്. അർജന്റീനയുടെ ആരാധകർ പറയുന്നത് നമ്മൾ വെക്കുന്നതിന്റെ പകുതി വെക്കാൻ മതി ബ്രസീലെന്നാണ്. ബ്രസീൽ പറയുന്നു നേരെ തിരിച്ചാണ് ബ്രസീലിന്റെ അവകാശവാദം. എല്ലാ ഫ്രാൻസിലും ആളുകൾ കൊണ്ടുവരുന്ന സവിശേഷത മലപ്പുറത്തുന്നുണ്ട്. മാത്രമല്ല വെറുതെ അന്ധമായ ആരാധന മാത്രമല്ല, ഫുട്ബോളിനെ പഠിച്ച് ഫുട്ബോൾ കളിച്ച് ഫുട്ബോളിന്റെ കരിതങ്ങൾ അറിഞ്ഞ് അതിന്റെ വ്യക്തമായ ചരിത്ര ബോധത്തോടു കൂടി തന്നെ ഓരോ ആരാധകരും ഈ ലോകത്തിനെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. തീർച്ചയായും പക്ഷെ മലപ്പുറം എത്രമാത്രം ആവേശത്തിലാണ് ഒന്ന് മലപ്പുറം ലോകകപ്പ് ആവേശത്തിൽ എത്രമാത്രം മുങ്ങിക്കഴിഞ്ഞുവെന്ന് ഈ രസകരമായ ചർച്ചയിൽ ഈ വിശേഷങ്ങളിൽ നിന്ന് ഈ സുഹൃത്തുക്കളുടെ ആവേശത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. വരും ദിവസങ്ങൾ ആവേശത്തിന്റെയും ഉദ്യോഗത്തിന്റെയും രസനിരപ്പ് ഏകദേശം 104 ഡിഗ്രി വരെ കടക്കുന്ന ദിവസങ്ങളാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കാത്തിരിപ്പിന്റെ നാളുകൾ സൽമാൻ മെസ്സിയും ഖൈസ് റൊണാൾഡീനോയും പടിഞ്ഞാറനാടി ബ്രസീലും ഒരുപക്ഷെ ഒതുക്കുകൾ അർജന്റീനയും വെച്ചുമുട്ടുന്ന നാളുകൾ കാത്തിരിക്കാൻ. നമുക്ക് ചരിത്രത്തിന്റെ ഗോൾ മുഖത്തേക്ക് ആരാണ് മിന്നൽ പിടർ പായിക്കുക എന്നറിയാൻ. ഒരു വിടവൽ